ഹലോ ഗായ്സ്, അപ്പം നീ നമ്മൾ താഴ്ച ചേട്ടന്മാർ നമ്മൾ ചെസ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു കാണാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കാണാനായിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. ആണ് കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ നമുക്ക് പോവാം. വാ ഗൈസ്, ഞാൻ വെളിയിലത്തെ വ്ളോഗ് കാണിച്ചത്. അപ്പോഴത്തേ നമ്മൾ റോഡിനതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോഴത്തേ തുമ്പി അവിടെ ഇരിക്കുന്നത് ഗൈസ്. അപ്പോഴത്തേനും ഞാൻ തുമ്പി വ്ളോഗിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെസ് കളിക്കാൻ പോകുന്ന രണ്ട് ചേട്ടന്മാർ. നമ്മൾ ചെസ് കളിക്കാൻ വിളിച്ച ചേട്ടൻ കണ്ടില്ലേ, അടിപൊളി ചെസ് കളിയിലായിരുന്നു കേട്ടോ ഗൈസ്. രണ്ട് ചെസ് കളി കളിച്ചിട്ടാണ് കേട്ടോ എന്നെ വിളിച്ചത്. അപ്പോഴത്തേന്ത് ഞാനിപ്പോൾ നോക്കി ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു രണ്ട് പടയാളികളെ കാണാനില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ആട്ടുകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും അവരെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ചെസ് നോക്കാൻ പോവുകയാണ് കേട്ടോ കേസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തറയിലൊക്കെ റോഡിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും കിട്ടിയില്ല ഗൈസ്. അമ്പോട്ട് ചേട്ടനാണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അവിടെ വരെ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പശുക്കുട്ടി നല്ല അടിപൊളി വ്യൂ. ശേഷം അവരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. അവർ കളിക്കുകയാണ്. അതിനിടയ്ക്ക് തുമ്പി ഓരോന്ന് പറയുവാണ് കേട്ടോ. നോക്കിക്കേ, കണ്ടില്ലേ, തുമ്പി ഓരോന്നെടുത്ത് വെക്കുമ്പോൾ ചേട്ടന്മാർക്ക് കൺഫ്യൂഷൻ ആവുന്നില്ല. തുമ്പി ഓരോന്നൊക്കെ പറയുമോന്ന് ഞാൻ പറഞ്ഞു അതിങ്ങനെ എടുക്കല്ലേ എന്നൊക്കെ കുറേ പറഞ്ഞിട്ടോ. അവള് കേൾക്കുന്നില്ല കേട്ടോ. അവക്കത് എടുക്കാം. അതായിരുന്നു അവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അവള് ഓരോന്നും അറിയാം, ഇതെടുത്തോട്ടെ അങ്ങനൊക്കെ പറഞ്ഞത്. ഈ ചേട്ടന്മാർ കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ. അവളത് വീണ്ടും ഓരോന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവള് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ കളിച്ചു, എടുത്തു, വെട്ടി. അങ്ങനെ അടുത്ത കളിക്കായിട്ട് നോക്കിയിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, അടിപൊളി കളിയായിരുന്നു കേട്ടോ. തുമ്പി ഒന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ പറയാം എനിക്ക് കളിക്കാൻ അറിയാം, ഞാൻ കളിക്കുന്നു, എന്നെ കളിപ്പിക്കൂ എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ തുമ്പി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ അത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ ചെസ് എടുത്തപ്പോഴും പിന്നെ ഇപ്പം അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് മീൻസ് അവർക്ക് കൺഫ്യൂഷനായി. അപ്പോഴത്തേനും ഞാൻ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ തുമ്പി എൻ്റെ പുറകെ കൂടി കേട്ടോ. അത് നിങ്ങൾ കണ്ടത് ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞത് വീണ്ടും പറഞ്ഞുണ്ട്. അപ്പോൾ തുമ്പി അവിടെ നിന്ന് എത്തി നോക്കി കളിക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് ആടിനെ നോക്കാനായിട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് പിക്ക് എടുത്തതാണ് കേട്ടോ അവിടെ നിന്ന്. ഇവിടെ നല്ല റോസാപ്പൂ കൊണ്ടാണ് ഞാൻ അവിടെ നിന്നും കുറച്ച് പിക്കൊക്കെ എടുത്തേട്ടോ. പിന്നെ കണ്ടില്ല, ആ സൈഡിലും കൊണ്ട് കുറേ റോസാപ്പൂ. അവരിത് അവിടെ നിൽക്കുന്നുണ്ട് ആട്ടും കൊണ്ട്. പിന്നെയൊക്കെ ഇത്രയുള്ള ലവ് ആൻഡ് ബൈ.